ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ സുഷ്മ ഹിയർ. ഒരു വർഷത്തിൽ ഒരുപാട് ദിനങ്ങൾ നമ്മൾ ആഘോഷിക്കാറുണ്ട് അല്ലേ? ന്യൂ ഇയർ, വിഷു, ഓണം, ഈസ്റ്റർ, റംദാൻ, ക്രിസ്മസ്, ഇതിനെല്ലാം ഉപരിയായിട്ട് ബർത്ത്ഡേസ്, ചിൽഡ്രൻസ് ഡേ, സ്പെഷ്യൽ ചിൽഡ്രൻസ് ഡേ, മദേഴ്സ് ഡേ, ഫാദേഴ്സ് ഡേ, വെഡിങ് ആനിവേഴ്സറീസ്, ഈവൻ ഡിവോഴ്സ് ആനിവേഴ്സറീസ്, റൈറ്റ്? സോ ഈ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ? സോ നാളത്തെ ദിവസം എന്താണെന്ന് ഓർമ്മയുണ്ടല്ലോ. നാളെയാണ് നമ്മളുടെ എല്ലാ ഹീറോ ആയിട്ടുള്ള എല്ലാ അച്ഛന്മാരുടെയും ദിവസം എന്ന് പറയുന്നത്, ഫാദേഴ്സ് ഡേ. അപ്പോ ഈ സമയത്ത് കുട്ടികളെല്ലാം അച്ഛന്മാർക്ക് കൊടുക്കാനുള്ള എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റുകൾ പാക്ക് ചെയ്ത് തന്ന സമയമായിരിക്കും. അമ്മമാര് വിഷമിക്കണ്ട കേട്ടോ. മദേഴ്സ് ഡേ കഴിഞ്ഞു, നിങ്ങൾക്ക് എല്ലാവർക്കും ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടാവും. അഥവാ കിട്ടിയില്ലെങ്കിൽ അടുത്ത വർഷം നിങ്ങളെ സെലക്ട് ചെയ്യണം. നിങ്ങൾ അയക്കുന്നത് ചൂസൺ മദർ ടു റിസീവ് ദാറ്റ് ഗിഫ്റ്റ് ഫ്രം ദ ചിൽഡ്രൻ, റൈറ്റ്? സോ ഇങ്ങനെ ആവണമെന്നുണ്ടെങ്കിൽ ആർക്കും ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല, എല്ലാവരും ചെയ്യുന്നത് ശരി തന്നെയാണ്. ആർക്കും ഒരു മിസ്റ്റേക്കും ചെയ്യുന്നില്ല. ഓരോരുത്തര് എന്താണോ റിസീവ് ചെയ്യുന്നത്, ഓരോരുത്തര് എന്താണോ മനസ്സിലാക്കുന്നത്, അതനുസരിച്ചുള്ള ജീവിത രീതിയാണ് ഇന്നെല്ലാവരും ലീഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു നല്ല പാരന്റിങ് അല്ലെങ്കിൽ ഒരു നല്ല പാരന്റ്സ് ആവാനായിട്ട് ഇന്ന് ഒരുപാട് ടെക്നിക്സ്, ടൂൾസ് ആൻഡ് ടെക്നിക്സ് എല്ലായിടത്തും അവൈലബിൾ ആണ്. ഇതെല്ലാം നിങ്ങൾ കേൾക്കുന്നു, കാണുന്നുണ്ടാവും. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ ഞാൻ പറയാം. 3 P's എന്ന് അതിനെ പറയാം. ഒന്ന്, പോസ്. എന്താണ് പോസ്? നമ്മുടെ കുട്ടികൾ എന്തെങ്കിലും പറഞ്ഞു വരുമ്പോഴേക്കും നമ്മൾ എന്തെങ്കിലും ചാടി പിടിക്കും. എനിക്ക് മനസ്സിലായി, നിർത്തിക്കോ, നീ അത് പറയണ്ട, എനിക്ക് മനസ്സിലായി. അതായത് നമ്മളൊരു റിയാക്ഷൻ, പെട്ടെന്ന് റിയാക്ട് ചെയ്യും. അപ്പൊ കുട്ടികളെ ലിസൺ ചെയ്യാനായിട്ടുള്ള ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ പാരന്റ്സിന് അതിനുള്ള ഒരു 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 പേഷ്യൻസ് ഇല്ലാന്ന് വേണമെങ്കിൽ പറയാം, സമയവും ഇല്ലാന്ന് വേണമെങ്കിൽ പറയാം. കാരണം പറഞ്ഞു വരുമ്പോഴേക്കും നീ എന്താണ് ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി എന്നുള്ള രൂപത്തിൽ. സോ നമ്മൾ എന്ത് ചെയ്യണം? പോസ് ആൻഡ് ലിസൺ ടു ദ ചിൽഡ്രൻ. നെക്സ്റ്റ് വൺ ഇസ്, അടുത്ത പി ആണ് ഞാൻ പറയാൻ പോകേണ്ട, പ്രസൻസ്. നമുക്ക് പ്രസൻസ് ആണ് ആവശ്യം അല്ലെ? കാരണം ദ ക്വാളിറ്റി ടൈം. നമ്മുടെ പാരന്റ്സ് മിക്കവാറും ജോലി തിരക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് എപ്പോഴും വീടിന്റെ പുറത്തായിരിക്കും. അതല്ലെങ്കിൽ ഇന്ന് നമുക്കറിയാം, വന്നു കഴിഞ്ഞാൽ തന്നെ വീട്ടിലും ജോലിയാണ്, ഓഫീസിലും ജോലിയാണ്, വളരെ തിരക്ക് പിടിച്ചിട്ടുള്ള ഒരു ഓട്ടത്തിലാണ് എല്ലാ മനുഷ്യരും. അല്ലെങ്കിൽ തന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മൊബൈൽ എടുത്തിട്ട് സ്ക്രോൾ ചെയ്ത് നോക്കണം, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും ചെയ്യാനും, അല്ലാതെ റീൽസും യൂട്യൂബും ഒക്കെ ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിന്റെ പുറകെയാണ്. അപ്പൊ ആ സമയത്ത് ഒരു കൊച്ചിന്റെ ഒരു പ്രസൻസ്, ഒരു കുട്ടി വന്നിട്ട് അടുത്തിരിക്കുക, ഒന്ന് മാറി കൊച്ച് എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് വിട്ടുമാറി അവരെ ചേർത്ത് നിർത്തി ആ ഒരു ക്വാളിറ്റി ടൈം അവർക്ക് കൊടുത്തുകൊണ്ട്, യെസ് ഞങ്ങൾ ഉണ്ട് നിന്റെ കൂടെ എന്നുള്ള ഒരു പ്രസൻസ് ഉറപ്പാക്കാം. അതാണ് 2ാമത്തെ പി. ഇനി 3ാമത്തെ പി ആണ്. 3ാമത്തെ പി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ പർപ്പസ്. കാരണം കുട്ടീനെ സാധാരണ എന്തെങ്കിലും തെറ്റ് കാണുമ്പോഴോ അല്ലെങ്കിൽ തെറ്റ് കണ്ടില്ലെങ്കിലോ അവർക്ക് കൂടുതലായിട്ടുള്ള ഗൈഡൻസ് കൊടുക്കാനും അതേപോലെ അവരെ ഡയറക്റ്റ് ചെയ്യാനൊക്കെ ആയിരിക്കും നമുക്ക് താല്പര്യം അല്ലെ? അപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾ കുട്ടികളെ അനുസരിച്ചില്ല, ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്താണ്? അവരെ പണിഷ് ചെയ്യും. അപ്പൊ ഈ പണിഷ് ചെയ്യുന്ന സമയത്ത് കുട്ടിയുടെ ചോദിച്ചാൽ എന്തിനാണ് പണിഷ് ചെയ്തത്, എന്തിനാണ് അടി കിട്ടിയത്, അല്ലെങ്കിൽ എന്തിനാണ് മോനെ എന്താ മുട്ടുകാലുമ്പോ നിർത്തിയത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടി പറയണത് എന്തൊക്കെ എനിക്കറിയില്ല എന്നാണ്. അപ്പൊ കുട്ടിക്ക് മനസ്സിലാണ് ദാറ്റ്സ് എ പർപ്പസ്. എന്ത് കാര്യത്തിനാണോ, എന്ത് കാര്യമാണോ നമ്മൾ കുട്ടിയുടെ അടുത്ത് പറയുന്നത്, ഒരു പർപ്പസോട് കൂടി പറയുന്ന ഒരു കാര്യമായിരിക്കണം. ഈ 3 കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു സ്റ്റാർട്ടായി എന്ന് പറയാം നമുക്ക് അതിനകത്ത്, റൈറ്റ്? അപ്പൊ ഈ 3 കാര്യങ്ങൾ മനസ്സിൽ ഓർത്ത് വെക്കുക. കൂടാതെ മറ്റൊരു ഗിഫ്റ്റ് ആണ് നിങ്ങൾക്ക് ഞാൻ തരാൻ പോകുന്നത്. നാളെ ഫാദേഴ്സ് ഡേ ആണ്. അപ്പോൾ നമ്മൾ നാളെ ഒരു കോൺഷ്യസ് പാരന്റിങ് എന്നുള്ള ഒരു ക്ലാസ് നടത്തുന്നുണ്ട്. ഇറ്റ് ഇസ് കംപ്ലീറ്റ്ലി ഫ്രീ ഫോർ യു. ഓക്കെ, അതിന്റെ ലിങ്ക് നമ്മൾ താഴെ കൊടുക്കും. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യാം. അതോടൊപ്പം തന്നെ 3 ക്വസ്റ്റ്യൻ ആണ് ഞാൻ നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത്. ഈ 3 ക്വസ്റ്റ്യനുള്ള ആൻസർ ആയിട്ട് വരാം, അല്ലെങ്കിൽ തന്നെ നമ്മളുടെ ചാറ്റ് ബോക്സിന്റെ അകത്ത് നിങ്ങൾ കമന്റ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 1, വെൻ ഐ എം ടോക്കിംഗ് അബൌട്ട് കോൺഷ്യസ് പാരന്റിങ്, ഞാൻ കോൺഷ്യസ് പാരന്റിങ്ങിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എന്താണ് നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വരുന്നത്? നിങ്ങളുടെ പാരന്റ്സിനെ കുറിച്ചാണോ? നമ്പർ 2, ഞാൻ കോൺഷ്യസ് പാരന്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരുന്നത് നിങ്ങളുടെ കുട്ടികളെ കുറിച്ചാണ്. നമ്പർ 3, ഞാൻ കോൺഷ്യസ് പാരന്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരുന്നത് നിങ്ങളെ തന്നെയാണ്. അതിനകത്ത് ഏതാണ് നിങ്ങളുടെ ആൻസർ? പ്ലീസ് കമന്റ് ദയർ ആൻഡ് ജോയിൻ ഇൻ ദ ലിങ്ക്. സീ യു ദയർ. ദ ഗിഫ്റ്റ് ഈസ് വെയിറ്റിംഗ് ഫോർ യു. Your Father's Day gift is waiting for you. So all the best and congratulations for all the fathers, those who are watching this video. Thank you. See you there. Bye-bye. Good luck.